വോട്ട് മോഷണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കാൻ നിയമവകുപ്പിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞോ? ഉന്മേഷ്, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിൽ ഇപ്പോൾ കർണാടക സർക്കാർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ നിയമവകുപ്പിനോട് ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനും അതിൻ്റെ നിയമസാധുത പരിശോധിക്കാനുമൊക്കെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അതിൻ്റെ അർത്ഥത്തിൽ ഇന്നലെ കൃത്യമായിട്ടുള്ളൊരു യോഗം ചേരുകയും അവർ ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇക്കാര്യത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമവകുപ്പിനോട് ആലോചിച്ച് അവർ കൃത്യമായി ഒരു അന്വേഷണം നടത്തണം എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ സമയബന്ധിതമായ അന്വേഷണം നടത്തണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. 6 തരത്തിൽ വോട്ട് മോഷണം നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. അദ്ദേഹം ചില തെളിവുകൾ സഹിതം കാട്ടിയാണ് ഇക്കാര്യം ആരോപിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെയും അടിസ്ഥാനത്തിൽ ഈ 6 തരത്തിൽ ഏതൊക്കെ രീതിയിലാണ് വോട്ട് മോഷണം നടന്നത് എന്നത് വ്യക്തമായി പഠിക്കണം, സമയബന്ധിതമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ സിദ്ധരാമയ്യ നിയമവകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെയും ഈ അഡ്രസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയും പ്രത്യേകമായി തന്നെ നടത്തണം എന്നുകൂടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒറ്റമുറി വീട്ടിൽ 80 പേർ ഒക്കെ വോട്ടർ പട്ടികയിൽ എങ്ങനെ ഇടം പിടിച്ചു എന്നുള്ളത് വ്യക്തമാക്കണം, അതിൽ അന്വേഷണം വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഈ രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ പ്രധാനമായും ബംഗളൂരു സെൻട്രൽ മണ്ഡലവും അതിലെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ നിയോജക മണ്ഡലവുമാണ് എടുത്തു പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹം അതിൻ്റെ ഡേറ്റകളൊക്കെയാണ് കാട്ടിയിരുന്നതും. അപ്പോൾ ആ ഡാറ്റ പ്രകാരം രാഹുൽ ഗാന്ധി 1,250,000 വോട്ടുകൾ ഇത്തരത്തിൽ വ്യാജമായി ചേർത്തിട്ടുണ്ട്. അത് മോഷ്ടിച്ച് BJP എടുത്തു എന്നുള്ളതൊക്കെയും ആണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അപ്പോൾ ആ മണ്ഡലത്തിലെ തന്നെ പരിശോധനയാണ് നിലവിൽ കർണാടക സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ആരോപണം ഉന്നയിച്ചു, പിന്നാലെ കർണാടകയിൽ എത്തിയ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന വേദിയിൽ വെച്ച് ഉപമുഖ്യമന്ത്രി ഒക്കെ ഇരിക്കുമ്പോഴാണ് ഇതിൽ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കർണാടകയിലുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന് ഏതെങ്കിലും തരത്തിൽ മറുപടി നൽകുമോ എന്നുള്ളതും കൗതുകകരമാണ്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.